നമസ്കാരം. ഇസ്രയേൽ ഇറാൻ സംഘർഷം താത്കാലിക വെടിനിർത്തലിലേക്ക് പോയ സമയത്ത് കേരളത്തിലടക്കം ഇസ്ലാമോ ലെഫ്റ്റ് വ്യാപകമായി പ്രചരിക്കുകയാണ്. ഇസ്രയേൽ തോറ്റിരുമ്പി എന്നാണ് പറയുന്നത്. എന്നാൽ ഇറാന്റെ സൈനിക നേതൃത്വത്തിലെ പ്രമുഖരെ ഒന്നടക്കം കാലാപൂരിയിലേക്ക് അയക്കുകയും ആണവ നിലയങ്ങളെയെല്ലാം തകർക്കുകയും ചെയ്ത വമ്പൻ മുന്നേറ്റമാണ് ഇസ്രയേൽ നടത്തിയത്. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയെ അദ്ദേഹമാവട്ടെ പേടിച്ച് ബങ്കറിൽ ഒളിച്ചിരിക്കുകയാണ്. വെടിനിർത്തലൊക്കെ നിലവിൽ വന്നെങ്കിലും ഒരാഴ്ചയായിട്ട് അദ്ദേഹത്തെപ്പറ്റി യാതൊരു വിവരവുമില്ല എന്നാണ് പുറത്തുവരുന്ന വിവരം. തിരിച്ചുള്ള ഇറാന്റെ ആക്രമണത്തിൽ ഇസ്രയേലിനും മരണവും നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് സ്വാഭാവികമാണ്. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും രണ്ട് രാജ്യങ്ങൾക്കും ചെറിയ രീതിയിൽ നാശനഷ്ടമുണ്ടാകും. ഇനി എന്താണ് ഇറാനിൽ ഇസ്രയേലിന്റെ പദ്ധതി എന്ന ചോദ്യത്തിന് ജെറുസലേം പോസ്റ്റ് എന്ന ഇസ്രയേൽ മാധ്യമം ഇസ്രയേലി രഹസ്യ സൂസുകളെ ഉദ്ധരിച്ചു നൽകുന്ന മറുപടി ഒന്നും അവസാനിച്ചിട്ടില്ല എന്നാണ്. അയത്തുള്ള അലി ഖമേനിയെ എന്ത് വില കൊടുത്തും തീർക്കുമെന്ന ദൃഢനിശ്ചയത്തിൽ നിന്നും ഒരിഞ്ച് പോലും ഇസ്രയേൽ പിറകോട്ട് പോകുന്നില്ല. ആക്രമണം ആവശ്യമുള്ള സമയങ്ങളിൽ ഇനിയും തുടരാനാണ് ഇസ്രയേലിന്റെ പ്ലാൻ. ഇറാൻ ആക്രമണം ഇസ്രയേൽ അവസാനിപ്പിച്ചിട്ടില്ല. തത്കാലം കുറച്ചു കാലത്തേക്കെങ്കിലും ഇറാന് ആണവായുധം ഉണ്ടാക്കാൻ കഴിയില്ല എന്നാണ് അവർ കരുതുന്നത്. പക്ഷേ 60% യുറേനിയം ഇറാൻ സമ്പുഷ്ടീകരിച്ചതിനാൽ അവർക്ക് അണുബോംബ് ഉണ്ടാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇറാനുമേൽ കർശനമായ നിരീക്ഷണം മൊസാദ് നടത്തുന്നുണ്ട്. ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചപ്പോൾ തന്നെ അവർ തിരിച്ചടിയും പ്രതീക്ഷിച്ചിരുന്നു. തുടർച്ചയായി 1000 മിസൈലുകൾ വന്നാൽ 2 വലയം ഭേദിച്ച് രാജ്യത്ത് പതിക്കും എന്ന് തന്നെയാണ് അവരുടെ കണക്കുകൂട്ടൽ. എന്നാൽ തങ്ങളുടെ കണക്കുകൂട്ടലുകളേക്കാൾ കുറഞ്ഞ മരണനിരക്കാണ് ഇസ്രയേലിന് ഉണ്ടായതെന്നാണ് IDFന്റെ വിലയിരുത്തൽ. അങ്ങനെയാണ് ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. മൊസാദിന്റെ ഇറാന്റെ നെറ്റ്വർക്കിലും ഇസ്രയേലിന് വലിയ പ്രതീക്ഷയുണ്ട്. ഇറാനിൽ 1000-ഓളം മൊസാദിന്റെ ഡബിൾ ഏജന്റുമാർ ഉള്ളതായാണ് കണക്കാക്കുന്നത്. ചാരശൃംഖല എത്രമാത്രം നുഴഞ്ഞു കയറി എന്നതിന്റെ തെളിവായിരുന്നു ഇത്. ഭൂഗർഭ അറയുണ്ടാക്കി സന്ദർശിച്ച ആണവ നിലയങ്ങൾ പോലും ആക്രമിക്കപ്പെട്ടു. കോടികൾ പ്രതിഫലം നൽകി ഇറാനിൽ മുഴുവൻ മൊസാദ് തങ്ങളുടെ ശക്തമായ ശൃംഖല സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആണവായുധം നിർമ്മിക്കുന്നതിന് അടുത്തെത്തിയാൽ ഇസ്രയേലിന് വിവരം കിട്ടും. 2021 മുതൽ തന്നെ ഇറാനിൽ ശക്തമായ മൊസാദ് നെറ്റ്വർക്കുണ്ട്. മൊസാദിനെ ചെറുക്കാനുള്ള യൂണിറ്റിന്റെ തലവനും ആ ടീമിലെ 20ഓളം പേരും ഇസ്രയേലി ചാരന്മാരായിരുന്നുവെന്ന് 2021 അന്നത്തെ ഇറാൻ പ്രസിഡന്റ് മഹ്മൂദ് അഹമ്മദി നജാദ് വെളിപ്പെടുത്തുന്നുണ്ട്. ഈ സംഘം ചോർത്തി നൽകിയ വിവരങ്ങൾ ഉപയോഗിച്ചാണ് ഇസ്രയേൽ 2018 ടെഹ്റാനിലെ ആണവ ആർക്കൈവ് മോഷ്ടിച്ചതെന്നും അദ്ദേഹം പറയുന്നു. ഇറാനിൽ ഇന്റലിജൻസ് മന്ത്രിയായിരുന്ന അലി യുനീസി 2021 ഇങ്ങനെ പറഞ്ഞു: നിർഭാഗ്യവശാൽ ഇറാന്റെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ മൊസാദിന്റെ സ്വാധീനം വളരെയേറെ വർദ്ധിച്ചിരിക്കുന്നു. ജീവഭയത്തോടെ വേണം ഓരോ മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥരും ജീവിക്കാൻ. ഇപ്പോഴും സമാനമായ അവസ്ഥയാണ് ഇറാനിൽ. ഇപ്പോഴും നേരിട്ടുള്ള ഒരു യുദ്ധമില്ലാതെ അങ്ങനെ തന്നെ തങ്ങളുടെ കാര്യങ്ങൾ ഇറാനിൽ നടത്തിയെടുക്കാൻ മൊസാദിന് കഴിയും. മുമ്പ് ഹമാസ് മേധാവി ഇസ്മയിൽ ഹനിയെ ടെഹ്റാനിൽ വിളിച്ചപ്പോഴും മൊസാദിന്റെ കൃത്യതയോടുള്ള ആക്രമണ ശൈലി വ്യക്തമായിരുന്നു. ഇറാനെ തുരത്താൻ ഇസ്രയേലിന് നേരിട്ട് ഒരു ആക്രമണത്തിന്റെ ആവശ്യം തന്നെയില്ല. ഇസ്രയേലിന്റെ ആത്യന്തിക ലക്ഷ്യം ഇറാനിലെ ഭരണമാറ്റം തന്നെയാണ്. ഭരണകൂടം പുറമെ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും ഇസ്രയേൽ ആക്രമണം ഇറാൻ ജനതയെ കടുത്ത അരക്ഷിതാവസ്ഥയിലേക്കാണ് തള്ളിവിടുന്നത്. എന്നും ധൈര്യവും ആത്മവിശ്വാസവുമേകിയ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി രഹസ്യ ബങ്കറിൽ ഒളിച്ചതോടെ ജനം അനിശ്ചിതാവസ്ഥയിലായി. അതിനിടെയാണ് ഭരണമാറ്റം എന്ന ആവശ്യം ജ്വലിപ്പിച്ച് പഴയൊരു പരിചിത ശബ്ദം ഉയർന്നു കേൾക്കുന്നത്. ഇറാൻ ജനതയ്ക്ക് പൗരാവകാശങ്ങളും ജനാധിപത്യവും ഉൾപ്പെടെയുള്ള വാഗ്ദാനങ്ങൾ നൽകി രംഗത്ത് എത്തിയിരിക്കുകയാണ് റസ പ്ലഹാവി. ഇസ്ലാമിക വിപ്ലവത്തിന് മുമ്പ് ഇറാൻ ഭരിച്ചിരുന്ന പ്ലഹാവി വംശത്തിലെ പിൻതലമുറക്കാരനാണ് റസ. ജനാധിപത്യ മൂല്യങ്ങൾ നിലനിർത്തിയ രാജഭരണ കാലഘട്ടത്തിന്റെ പ്രതിനിധിയാണ് റസ എന്നാണ് ഇറാനിലെ മാധ്യമ റിപ്പോർട്ടുകൾ വരുന്നത്. ചൊവ്വാഴ്ചയാണ് രാജ്യത്തെ അഭിസംബോധന ചെയ്ത റസ രംഗത്തെത്തിയത്. ഇസ്ലാമിക് റിപ്പബ്ലിക് അവസാനത്തിലേക്ക് അടുക്കുന്നു. അടുത്തത് തകർച്ചയാണ്. എന്നാൽ ഭാവി നമുക്കൊന്നിച്ച് ഉജ്ജ്വലമാക്കാം. ചരിത്രത്തിന്റെ പുതിയ അധ്യായം കുറിക്കാം. ഇതായിരുന്നു റസയുടെ വാക്കുകൾ. കഷ്ടതകളിൽ നീറുന്ന ജനത്തിന് പ്രതീക്ഷ പകരുന്ന വാക്കുകൾ. ഇറാനിൽ രാജഭരണം 1979 ഇസ്ലാമിക വിപ്ലവത്തോടെ അവസാനിച്ചെങ്കിലും തൻ്റെ കൈകളിലാണ് നിങ്ങളുടെ ഭാവി എന്നാണ് വിളിച്ചു പറയുന്നത്. നാട് കടത്തപ്പെട്ടിട്ടും പൂർണ്ണ ആത്മവിശ്വാസത്തോടെയും കടുത്ത ഭാഷയിലുമാണ് റസ ഖമേനിയെയും കൂടാതെ അദ്ദേഹത്തിൻ്റെ ഭരണത്തെയും വിമർശിച്ചു. ഖമേനിയെ പേടിച്ച് മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ്. എലിയെപ്പോലെ ഖമേനി ഇപ്പോൾ ഒളിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് നിയന്ത്രണം നഷ്ടപ്പെട്ടു. ഈ അപകടഘട്ടം ഇറാന് മറികടന്നേ തീരൂ. ഖമേനിയുടെ യുദ്ധവാദത്തിൽപ്പെട്ട കഷ്ടതയിലായ നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ എൻ്റെ ഹൃദയം ചേർത്ത് വയ്ക്കുന്നുവെന്നാണ് റസ പറയുന്നത്.
യുദ്ധത്തിൻ്റെ തീച്ചൂളയിൽ നിന്നും രാജ്യത്തെ രക്ഷിക്കാനാണ് ഞാൻ ഇതുവരെയും ശ്രമിച്ചത്. ഇറാനിയൻ ജനതയ്ക്കെതിരായ 46 വർഷം നീണ്ടുനിന്ന യുദ്ധ സാഹചര്യം അവസാനിച്ചേ തീരുവെന്നാണ് റസ പറയുന്നത്. എന്തായാലും മൊസാദിൻ്റെ, അതായത് ഇസ്രയേലിൻ്റെ ചാരസംഘടനയായ മൊസാദിൻ്റെ കണ്ണുകൾ ഇപ്പോഴും ഇറാനിൽ തന്നെയുണ്ട്. ഇറാനിൽ തന്നെ മൊസാദിൻ്റെ ഡബിൾ ഏജന്റുമാർ ഓരോ സ്ഥലത്തും ക്യാമ്പ് ചെയ്യുന്നുണ്ട്, അഥവാ ഓരോ സ്ഥലത്ത് തന്നെയുണ്ട്. ഇറാൻ ഈ മൊസാദിൻ്റെ മുഴുവൻ ഏജന്റുമാരെയും ഇറാനിൽ നിന്ന് തന്നെ തൂക്കി അകത്തിടുക അല്ലെങ്കിൽ പുറത്തേക്ക് കൊണ്ടുപോകുക എന്ന് പറയുന്നത് നടക്കാത്ത കാര്യം തന്നെയാണ്. കാരണം ഡബിൾ ഏജന്റുമാർ ഇപ്പോൾ ചിലപ്പോൾ ഇറാനിൻ്റെ തലവന്മാരോടൊപ്പം നിൽക്കുന്ന ആളുകൾ പോലും മൊസാദിൻ്റെ ഏജന്റുമാരായിരിക്കും. അതുകൊണ്ട് തന്നെ മൊസാദിന് ഖമേനി എവിടെയുണ്ട് എന്നതിൻ്റെ കൃത്യമായ ഒരു വിവരം മൊസാദിന് കയ്യിലുണ്ട്. പക്ഷേ അവർ കൂടുതലായി ഒരു ഡീറ്റെയിൽ വ്യക്തമായി എടുത്തതിന് ശേഷം മാത്രമേ അവർ ഒരു ആക്രമണം തന്നെ നടത്തൂ എന്നതാണ് വിവരം. ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ്.